അടുത്ത വിഷയത്തിലേക്ക്. ഇന്നലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ സോളിഡാരിറ്റിയും SIOയും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് ഒരു പകൽ കഴിഞ്ഞപ്പോൾ വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചത് മുസ്ലിം ബ്രദർഹുഡിന്റെ അടക്കം തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങളായിരുന്നു. ഈജിപ്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച് തൂക്കിലേറ്റിയ മുസ്ലിം ബ്രദർഹുഡ് നേതാവിനോട് ജമാഅത്തെ ഇസ്ലാമിക്ക് ആരാധന തോന്നുന്നത് എങ്ങനെയാണ്? കാരണം എന്തായാലും ഒരു ജനകീയ സമരത്തിലേക്ക് അങ്ങനെ ഒരു ആരാധനയെ ചേർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? RDX പരിശോധിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്താണ്? അതിനു മുമ്പ് RDX റാപ്പ്. ഇന്നലെ കരിപ്പൂരിൽ നടന്നതെന്തെന്ന് 59 സെക്കൻഡ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റി SIO പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിൽ ഉയർന്നത് തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ അടക്കം ചിത്രങ്ങൾ. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന, നേതാവ് സയ്യിദ് ഖുതുബ്, ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ, യഹ്യ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് SIO സോളിഡാരിറ്റി പ്രവർത്തകർ ഉയർത്തിയത്. മുസ്ലിം ബ്രദർഹുഡ് നേതാവ് സയ്യിദ് ഖുതുബിന്റെ ചിത്രം ഉയർത്തിയതിലാണ് രൂക്ഷ വിമർശനം. അൽ-ഖ്വയ്ദ അടക്കം തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനമായ നേതാവാണ് സയ്യിദ് ഖുതുബ്. വഖഫ് ഭേദഗതിക്കെതിരായ സമരത്തിൽ ഈജിപ്ഷ്യൻ മുൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സയ്യിദ് ഖുതുബിന് എന്താണ് കാര്യമെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. സമരത്തിൽ തീവ്രവാദ ആശയങ്ങൾ ഉയർത്തിയ നേതാവിന്റെ ചിത്രമുയർത്തി ജമാഅത്തെ ഇസ്ലാമി സഹായിക്കുന്നത് ആരെയാണെന്ന് ഇടത് ഹാൻഡിലുകളടക്കം ചോദിക്കുന്നു. സാമൂഹിക നീതിയിൽ നിന്ന് മുസ്ലിം തീവ്രവാദത്തിലേക്ക് ചർച്ചയെ തിരിച്ചുവിടുന്നുവെന്നാണ് വിമർശനം. RDX റാപ്പ് ന്യൂസ് മലയാളം. വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. മുസ്ലിം ബ്രദർഹുഡ് എന്താണ്, ഈ നേതാക്കൾ ആരാണ്, ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നൊക്കെ പരിശോധിച്ചു വരണം. SIO ഉയർത്തിയ ചിത്രങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന, നേതാവ് സയ്യിദ് ഖുതൂബ് എന്നിവരുടേതാണ്. ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ, യഹ്യ സിൻവാർ എന്നിവരുടെയും ചിത്രങ്ങൾ അവർ ഉയർത്തിയിരുന്നു. ഈ സമരത്തിൽ ഹമാസ് ഗാസ നിയന്ത്രിക്കുന്ന സൈനിക രാഷ്ട്രീയ കക്ഷിയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഹമാസ് ഇന്ത്യയിൽ നിരോധിത സംഘടനയല്ല. അതുകൊണ്ട് തന്നെ ആ ഉയർത്തിയ നേതാക്കളെ മുസ്ലിം ബ്രദർഹുഡ് പക്ഷേ അങ്ങനെയല്ല. ഇസ്ലാമിക രാജ്യങ്ങളിലടക്കം നിരോധിത സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ്. വിവാദം തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാവ് സയ്യിദ് ഖുതൂബിന്റെ ചിത്രം ഉയർത്തിയതിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു വന്നത്. ഈ ഹമാസ് നേതാവിന്റെ കാര്യത്തിൽ അല്ല, നേതാക്കളുടെ കാര്യത്തിലല്ല. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സംഘടനയുടെ നേതാവാണ് സയ്യിദ് ഖുതൂബ്. അദ്ദേഹത്തിന്റെ പടമാണ് ഉയർത്തിയത്. എഴുത്തുകാരൻ, വിമർശകൻ, വിപ്ലവകാരി എന്നീ നിലകളിലാണ് ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ഇഖ്വാൻ മുഖപത്രത്തിന്റെ ചീഫ് എഡിറ്ററായിരുന്നു സയ്യിദ് ഖുതൂബ്. ഈജിപ്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് 1966 തൂക്കിക്കൊല്ലുകയായിരുന്നു അദ്ദേഹത്തെ. എന്താണ് മുസ്ലിം ബ്രദർഹുഡ് എന്നുകൂടെ പരിശോധിക്കണം. അറബ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ ഇസ്ലാമിക സംഘടനയാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനയാണ്. ചില രാജ്യങ്ങളിൽ ഔദ്യോഗിക പാർട്ടിയായി പ്രവർത്തിക്കാൻ അനുവാദമില്ല മുസ്ലിം ബ്രദർഹുഡിന് എന്നറിഞ്ഞിരിക്കണം. അവരുടെ പ്രവർത്തന പദ്ധതി 1928 ഈജിപ്തിലെ ഇസ്മായിലയിൽ സ്ഥാപിതമാവുകയായിരുന്നു. ഈ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപിച്ചത് ഇസ്ലാമിക പണ്ഡിതനായ ഹസനുൽ ബന്നയാണ്. സാമൂഹിക സേവനങ്ങളിലൂടെയാണ് സംഘടന ചുവടുറപ്പിച്ചത് എല്ലായിടത്തും. 1930കളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ചുവട് മാറ്റി. പിന്നീട് സായുധ സംഘടന എന്ന നിലയിലാണ് പ്രവർത്തിച്ചത് ബ്രദർഹുഡ്. അവരുടെ പ്രവർത്തന പദ്ധതി നമുക്കറിയാം. ഇതോടെ ഈജിപ്ത് സർക്കാർ ഇവർക്കെതിരെ നടപടി തുടങ്ങി. സായുധ സംഘടനയായി പ്രവർത്തനം തുടങ്ങിയതോടെ ഈജിപ്ത് സർക്കാർ ഇവർക്കെതിരെ അതിശക്തമായുള്ള നടപടികൾ തുടങ്ങി. 1954 ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് നിരോധിക്കപ്പെട്ടു. 54 തന്നെ നിരോധിക്കപ്പെട്ടു. ഓർക്കണം, നടപടി പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിലാണ്. വധശ്രമ കേസിൽ ബ്രദർഹുഡ് നേതാവ് സയ്യിദ് ഖുതൂബിനെ, നമ്മൾ ഈ കണ്ട ചിത്രത്തിലെ ഖുതൂബിനെ തൂക്കിക്കൊന്നു. 2003 റഷ്യൻ സുപ്രീം കോടതി തീവ്രവാദ സംഘടനയായി വിശേഷിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്തു ബ്രദർഹുഡിനെ ആ രാജ്യത്ത്. പിന്നാലെ ബഹ്റിൻ, സിറിയ, സൗദി അറേബ്യ, UAE രാജ്യങ്ങളിലും നിരോധനം. മുസ്ലിം